ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബാത്റൂമിൻ്റെ അകത്ത് പ്ലംബിങ് ചെയ്യുന്നത് എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ, അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരു പഴയ ബാത്റൂമാണ്. പഴയ ബാത്റൂം ഇതുപോലെ തന്നെ പുതിയ ബാത്റൂം ആയാലും ഇതുപോലെ നമ്മൾ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് ഇത് ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റഫ് തേപ്പ് ബാത്റൂമിൻ്റെ അകത്ത് മൊത്തം റഫ് തേപ്പ് തേച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പ്ലംബിങ്ങിൻ്റെ ലൈൻ കാര്യങ്ങളെല്ലാം വെട്ടി ക്ലിയർ ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്രോഷൻ ഡി ഒക്കെ ഉണ്ട്, പ്രോഷൻ ഡി ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ത്രെഡ് എൽബോ വരുന്നുണ്ട്, അതായത് ആംഗിൾ കോക്ക് ഇടുന്ന ഏരിയകളിലെല്ലാം തന്നെ ഒന്നല്ലെങ്കിൽ ഈ പറയുന്ന ഭിത്തിയുടെ അകത്തേക്ക് പോകും, അതല്ലെങ്കിൽ ഒരുപാട് പുറത്തേക്ക് വരും. അപ്പോൾ ഒരുപാട് കൂടുതലും സംഭവിക്കുന്നത് ഭിത്തിയുടെ അകത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആംഗിൾ കോക്ക് കാര്യങ്ങളൊക്കെ ഇടുന്നത് നിപ്പിൾ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. കണ്ടോ, ഇത് തേച്ച ഭിത്തിയാണ്. തേച്ച ഭിത്തിയിൽ നമ്മൾ ചെയ്യാൻ നീറ്റായിട്ട് നമുക്ക് ലെവൽ കിട്ടും. ആ സമയം നമ്മൾ അല്ലാത്ത ഭിത്തിയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, തേക്കാത്ത ഭിത്തിയാണെങ്കിൽ നമുക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ച് പോകാനേ പറ്റുള്ളൂ. അത് വേറെ കാര്യങ്ങളും കൂടി ഉണ്ട്. ഇത് ഒരു ഉറപ്പുണ്ടാവില്ല, അതായത് ഡൈവർട്ടറോ അതുപോലെ തന്നെ ആംഗിൾ കോക്ക് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കുന്ന സമയത്ത് അത് ആടി കളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, കംപ്ലയിൻസും കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ബാത്റൂം മൊത്തം ഒരു റഫായിട്ട് തേച്ചതിന് ശേഷം മാത്രം ബാത്റൂമിൻ്റെ ലൈൻസ് വെട്ടിപ്പൊളിക്കുക. അപ്പോൾ അതിന് ഗുണങ്ങളൂടെ ഉണ്ട്. പൈപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ രീതിയിൽ കറക്റ്റായിട്ട് ഇരുന്ന് പോകും. അതല്ലെങ്കിൽ ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ പൈപ്പ് ഒരുപാട് ഭിത്തിയുടെ അകത്തേക്ക് പോകും. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ്സുകൾ മെയിനായിട്ട് വരുന്നത് ആംഗിൾ കോക്കിൻ്റെ ഏരിയയാണ്. ആംഗിൾ കോക്ക് നമുക്ക് പുറത്തേക്ക് വരാത്തൊരവസ്ഥ വരും. അങ്ങനെ ചെയ്യുമ്പോൾ 2 നിപ്പിൾ അല്ലെങ്കിൽ 1/2 ഇഞ്ചിൻ്റെ 2 നിപ്പിൾ അല്ലെങ്കിൽ 1 നിപ്പിളൊക്കെ ഇട്ടിട്ട് വേണം ആംഗിൾ കോക്ക് ഇട്ട് ടൈറ്റ് ചെയ്യാനുള്ള അവസ്ഥ വരും. അപ്പോൾ ഈ പറയുന്ന ലെവൽ കാര്യങ്ങൾ നമുക്ക് കിട്ടാത്തൊരവസ്ഥയാണ് നമ്മൾ തേക്കാത്ത സമയത്ത് ഈ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് ബാത്റൂം പുതിയതാണെങ്കിലും പഴയതാണെങ്കിലും ബാത്റൂമുകൾ മൊത്തം റഫായിട്ട് തേച്ചതിന് ശേഷം മാത്രം ഇതുപോലെ തന്നെ ബാത്റൂമിൻ്റെ പ്ലംബിങ് ചെയ്യുക. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു തെറ്റായ രീതിയാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യം ഇതാണ്, അതായത് നമ്മുടെ ബാത്റൂമിൻ്റെ ആംഗിൾ കോക്കിൻ്റെ എല്ലാം അകത്തേക്ക് പോകും. അപ്പോൾ കസ്റ്റമറിന് വീണ്ടും നിപ്പിളിൻ്റെ പൈസ ഭയങ്കര എക്സ്പെൻസ് ആയിട്ട് വരും. അതായത് ഒരു ബാത്റൂമിൽ ഒരു 6 നിപ്പിളെങ്കിലും വരും. അപ്പോൾ അതിൻ്റെ എക്സ്ട്രാ പൈസ കൂടി വരും. അതുമാത്രമല്ല, ഈ 6 നിപ്പിൾ ഇട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, വെച്ചാൽ നിപ്പിൾ കറക്റ്റായിട്ട് ടൈറ്റ് ആയില്ല അവൻ ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ആ ലീക്ക് നമ്മൾ പെട്ടെന്ന് അറിയില്ല, അത് നേരെ ടൈലിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ഭിത്തി മൊത്തം ഒരു നനവ് വരുന്ന അവസ്ഥ വരും. അതിന് ശേഷം തൊട്ടപ്പുറത്ത് ചുമരിൻ്റെ അടുത്തേക്ക് വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എപ്പോഴും ബാത്റൂമിൻ്റെ അകത്ത് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് മൊത്തം റഫായിട്ട് തേച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറയുന്ന പ്ലംബിങ് ലൈൻ ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഉള്ളൂ. അതുകൂടാതെ തന്നെ നമുക്കിതുപോലെ ഇൻഫർമേഷനായി വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടി ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്ലംബിങ്ങായിട്ട് ബന്ധപ്പെട്ട പുതിയ വീഡിയോ വയ്ക്കുന്ന ആളുകൾക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.